സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് എന്നീ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 31 കുടുംബങ്ങളിലെ 76 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരിയും കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് അനിരു അശോകനും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കനത്ത മഴയാണ് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് കരുതൽ, എന്തെല്ലാമാണ് നിർദ്ദേശങ്ങൾ? ഹർഷൻ, രാവിലെ മുതൽ തന്നെ മഴ ശക്തിയായി തുടരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. നഗരത്തിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ മറ്റ് മേഖലകളിൽ, മലയോര മേഖലകളിലെല്ലാം തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മഴ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഓഫീസിലേക്ക് വരുന്ന സമയത്തൊന്നും തന്നെ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും, നമ്മളുടെ കുറ്റ്യാടിയാണെങ്കിലും അതോടൊപ്പം തന്നെ താമരശ്ശേരി, മുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ മഴ പെയ്തു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇന്നലെ തന്നെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള ആളുകൾക്കും എല്ലാം തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതായ സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. വയനാട് ചുരത്തിൽ, താമരശ്ശേരി കഴിഞ്ഞാൽ വയനാട് ചുരത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവേഗത്തിൽ തന്നെ അധികൃതരെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഗതാഗത നിയന്ത്രണമൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നു. അതോടൊപ്പം മറ്റ് ജില്ലകളിലും, കണ്ണൂരാണെങ്കിലും വയനാടാണെങ്കിലും അതോടൊപ്പം തന്നെ പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റൈറ്റ്, പ്രസാദാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, മധ്യ കേരളത്തിലും മഴയ്ക്ക് അങ്ങനെ കുറവൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്താണ് പൊതു അവസ്ഥ? എന്തെല്ലാമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയതടക്കമുള്ള നീക്കങ്ങൾ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ആകമാനം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൊച്ചിയിലും ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് അല്പശമനം വന്നിട്ടുണ്ട്. നമ്മൾ ഈ കൊച്ചി നഗരമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമ്മൾ ഈ നിൽക്കുന്നത് പഴയ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ ഈ കാണുന്നത് പോലെ തന്നെ ചെറിയൊരു മഴയെ പെയ്തുള്ളൂ. പക്ഷേ കാര്യമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എറണാകുളം ജനറൽ ആശുപത്രി പരിസരത്തും വെണ്ണല തുടങ്ങിയ ഭാഗങ്ങളിലും എല്ലാം തന്നെ കാര്യമായ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചിയിൽ ആകമാനം പലയിടങ്ങളിലും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മധ്യകേരളത്തിൽ ആകമാനം അങ്ങനെ തന്നെയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും ഒപ്പം തന്നെ മരം കടപുഴകി വീഴുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ 10-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പലയിടങ്ങളിലായി ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലൊക്കെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും മഴ വിട്ടുമാറാതെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്നും എടുത്തു പറയേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരം കടപുഴകി വീഴുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഹർഷൻ, റൈറ്റ്. അനിരു അശോകനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അനിരു, ഇത് കേന്ദ്രീകൃതമായി സംസ്ഥാനത്തെ ഈ മഴ കെടുതിയെ നേരിടുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് നടന്നിട്ടുള്ളത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഹർഷൻ, നിലവിൽ എല്ലാ ജില്ലകളിലും കളക്ടർമാരുടെ യോഗം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അടിയന്തര സാഹചര്യമാണെങ്കിൽ അതിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉറപ്പാക്കണം. അപകടകരമായ രീതിയിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ ഭാഗങ്ങളിലൊക്കെ ജനങ്ങൾ അധിവസിക്കുന്നുണ്ടെങ്കിൽ ആ മുൻകരുതൽ എന്നുള്ള അവരെ മാറ്റിപ്പാർപ്പിക്കണം അടക്കമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ ആശ്വാസകരമായ ദിനമാണ്. വലിയ അലർട്ടുകളൊന്നുമില്ല, ഗ്രീൻ അലർട്ടാണ്. പത്തനംതിട്ടയിൽ മാത്രമാണ് തെക്കൻ കേരളത്തിൽ ഒരു യെല്ലോ അലർട്ട് ഉള്ളത്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലടക്കം ഇപ്പോൾ നിലവിൽ ഗ്രീൻ അലർട്ടാണ്. അതേസമയം തിരുവനന്തപുരത്ത് ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പൊന്മുടി അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള യാത്രാ വിലക്ക് തുടരുകയാണ്. കടലിൽ പോകുന്നതിനും വിലക്ക് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് റവന്യൂ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് 12 മണിക്കൂറിലുള്ള മഴയിൽ ഏകദേശം 12 വീടുകളാണ് തകർന്നത്. ഇതിൽ 3 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് ഇപ്പോൾ അപകടകരമായി നിൽക്കുന്ന ചില്ലകൾ
അങ്ങനെയൊക്കെയുള്ളവ അടിയന്തരമായി വെട്ടിമുറിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രവേശനോത്സവം നടന്ന പട്ട ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലടക്കം സ്കൂളിനോട് ചേർന്ന മതിൽ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. പലയിടങ്ങളിലും തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പലയിടങ്ങളും വെള്ളത്തിൻ്റെ അടിയിലാണ്. ഈ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ നേരത്തെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മഴ തോർന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും തിരികെ വീടുകളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാലവർഷത്തിൻ്റെ ശക്തി കുറയുമെന്ന് തന്നെയാണ് അധികൃതരുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള സാഹചര്യമില്ല. മറ്റിടങ്ങളിൽ ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ ഉണ്ടായ മഴയിൽ കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുണ്ടാവും. ഇന്നലെ രാത്രിയോടുകൂടി നമുക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലും തൃശ്ശൂരുമായിട്ട് 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളതെന്നുള്ള ഔദ്യോഗിക ഭാഷ്യം. ഇവിടെ ഏകദേശം 76 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഹർഷൻ.